KPCCയുടെ നേതൃയോഗത്തിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? ഇന്ന് സംഭവിച്ചത് ഇന്ന് KC വേണുഗോപാൽ സംസാരിച്ചതിനു ശേഷം രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം സ്ഥാനാർത്ഥികൾ സ്വയം വിലയിരുത്തുകയായിരുന്നു അവരുടെ വിജയസാധ്യതകൾ, അവരോരോ മണ്ഡലത്തിലും നേരിട്ട പ്രശ്നങ്ങൾ. KC വേണുഗോപാൽ സംസാരിച്ചു കഴിഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. 25,000 മുതൽ 50,000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കും എന്നുള്ളതാണ് ഉണ്ണിത്താൻ്റെ ഒരു ആത്മവിശ്വാസം. തുടർന്ന് ഓരോരുത്തരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇന്നിപ്പോൾ കെ മുരളീധരൻ്റെതായ പല മാധ്യമങ്ങളിലും വന്നൊരു തെറ്റായ വാർത്ത ജോസ് വെള്ളൂരിനെയും ഒപ്പം TN പ്രതാപനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തവണ കേന്ദ്രത്തിൽ നിന്ന് പണമൊക്കെ കൃത്യമായിട്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 5.5 കോടി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഒരു സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എന്നിട്ട് തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം, അത് ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല ആര് TN പ്രതാപനും ജോസ് വെള്ളൂരും ആ പണം ചെലവാക്കാനൊന്നും, വളരെ കൃത്യമായി തന്നെ ചെലവാക്കി എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. പുറത്താരോ ഇത് ജോസ് വെള്ളൂരിനും TN പ്രതാപനും എതിരായിട്ടാണ് കെ മുരളീധരൻ സംസാരിച്ചത്. കെ മുരളീധരൻ 3ാം സ്ഥാനത്തായി പോകും, TN പ്രതാപൻ പാലം വലിച്ചു, ജോസ് വെള്ളൂർ പാലം വലിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് 25,000 വോട്ടിനെങ്കിലും കെ മുരളീധരൻ തൃശ്ശൂരിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൃത്യമായി തന്നെ പറയുന്നു, നാട്ടികയിലും ഒപ്പം പുതുക്കാടും അല്ലെ, ഈ 2 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഒല്ലൂരും കൂടി CPI മേധാവിത്വം നിലനിർത്തിയാലും തൃശ്ശൂരിൽ 1ാം സ്ഥാനത്തെത്തും എന്നുള്ളത് കൃത്യമായ ഒരു കണക്കാണ്. അവിടെ 2ാം സ്ഥാനം എന്നുള്ളത് സുരേഷ് ഗോപിക്കായിരിക്കും തൃശ്ശൂർ നിയമസഭയിൽ. അപ്പോൾ അതാണ് കണക്കിന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന കണക്കായി മനസ്സിലാക്കുന്നത്. 400,000 വോട്ടിന് കെ മുരളീധരൻ തൃശ്ശൂരിൽ ജയിക്കുമെന്ന് പറയുന്നു. വടകരയിൽ 85,000 മുതൽ 100,000 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിനും നമുക്ക് കിട്ടിയ സോഴ്സിൽ നിന്ന് മറുപടി, കൊടിക്കുന്നിൽ സുരേഷും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവേലിക്കരയിൽ പരാജയപ്പെടില്ല. അവസാന നിമിഷം കൊടിക്കുന്നിൽ സുരേഷിന് അവിടെയുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രചരണത്തെ അതിജീവിക്കാൻ സാധിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയ ശക്തമായ പ്രചരണം നേരിട്ട ഒരു സ്ഥാനാർത്ഥി ഒന്ന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മറ്റൊന്ന് കെ സുധാകരനുമായിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ ആദ്യമേ പറയുന്നുണ്ട്, പ്രചരണത്തിൻ്റെ ആദ്യ ലാപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. കാര്യം പ്രചരണത്തിൽ MV ജയരാജനും സംഘടനാശേഷി കൊണ്ട് മുന്നിലായിരുന്നു, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നിലായിരുന്നു. ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇന്ന് KPCCയുടെ നേതൃയോഗത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഏതെങ്കിലും സീറ്റിൽ പരാജയപ്പെടുമെന്ന് KPCC നേതൃയോഗം വിലയിരുത്തിയിട്ടില്ല. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ 5 സീറ്റുകളുടെ കാര്യത്തിൽ ടൈറ്റായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് KPCCയുടെ കണക്കുകൂട്ടൽ. മൊത്തം 20 മണ്ഡലങ്ങൾ എടുത്താൽ കോൺഗ്രസ് ഈ 16 എണ്ണത്തിലും വിജയിക്കും എന്ന ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചില മണ്ഡലങ്ങളെങ്കിലും അവസാന നിമിഷം എന്ത് സംഭവിക്കാം എന്നുള്ളൊരാശങ്കയിലുണ്ട്. അതിലൊന്നാണ് പാലക്കാട്. പക്ഷേ അവിടെ VK സീഡൻ പറയുന്നത് 25,000 വോട്ടിന് ഷുവറാണ് എന്നാണ്. എന്നാൽ മറുഭാഗത്ത് CPMൻ്റെ, നമ്മളെപ്പോഴും CPMൻ്റെയും KPCCയുടെയും തിരഞ്ഞെടുപ്പാനന്തര കണക്കുകൂട്ടലുകൾ നോക്കിയാൽ ഏറെക്കുറെ ഷാർപ്പായിട്ടുള്ള കണക്ക് വരുന്നത് CPMൻ്റെയാണ്. കാരണം പല ബൂത്തുകളിലും കോൺഗ്രസ്സിന് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്ന ചില സാഹചര്യം ഇത്തവണയും ഉണ്ടായി ചില മണ്ഡലങ്ങളിലെങ്കിലും. പക്ഷേ CPMൻ്റേത് വളരെ കൃത്യമായൊരു കേഡർ സംവിധാനമായതുകൊണ്ട് തന്നെ ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു, ഏതൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് കണക്കുണ്ട്. പാലക്കാട് അവരുടെ കണക്ക്, പാലക്കാട് ബൂത്ത് ഏജന്റുമാർ കൊടുത്ത കണക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. വരുന്നത് 2 മണ്ഡലങ്ങളാണ്. ഒന്ന് മണ്ണാർക്കാട്, പിന്നൊന്ന് വരാൻ സാധ്യതയുള്ളത് മണ്ണാർക്കാടും പാലക്കാട് ടൗണുമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മലമ്പുഴയിൽ, കോങ്ങാട്, ഒറ്റപ്പാലത്ത്, ഷൊർണൂർ, ഈ 4 ഇടങ്ങളിലും ഈ CPMന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പട്ടാമ്പി അടക്കം കോൺഗ്രസിന് ലീഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഷൊർണൂർ കൊണ്ട് മാനേജ് ചെയ്യും എന്നതാണ് CPMൻ്റെ കണക്കുകൂട്ടൽ. 25,000 മുതൽ 40,000 വോട്ടുകൾക്ക് വിജയരാഘവൻ്റെ വോട്ട് കൃത്യമായി പോൾ ചെയ്ത് വിജയസാധ്യതയുണ്ട് എന്നാണ് പാലക്കാട് നിന്നും CPMൻ്റെ ആഭ്യന്തരമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഇതേ കണക്ക് വടകരയിലും പറയുന്നുണ്ട്. വടകരയിൽ വളരെ സങ്കീർണമായൊരു പ്രശ്നമുണ്ട്. വടകരയിൽ ഇന്നിപ്പോൾ ഷാഫി പറഞ്ഞിരിക്കുന്നത് അവിടെ കണ്ട വലിയൊരു മാസിൻ്റെയും ഒപ്പം തന്നെ മുസ്ലിം കൺസോളിഡേഷൻ തനിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കണക്കാക്കുന്നു. CPMൻ്റെ മുസ്ലിം വോട്ടുകളെല്ലാം കൃത്യമായി CPMന് വീണിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അവിടെ നിർഭാഗ്യകരമായ രീതിയിൽ വളരെ കമ്മ്യൂണലായ ഒരു പോളറൈസേഷൻ അവിടെ പ്രചരണത്തിൽ കണ്ടു. അത് റിഫ്ലക്റ്റ് ചെയ്തേക്കാം. പക്ഷേ അവിടെ നാദാപുരം മേഖലയിലേക്കൊക്കെ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ ഈ
മൃദു ഹിന്ദു വോട്ടുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പോളറൈസ്ഡ് ആയിരിക്കുന്ന വോട്ടുകളിൽ ചിലത് CPM-ലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളും ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം, അതൊരു സാമൂഹ്യ സ്വഭാവം കൊണ്ടോ ആയിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വടകരയിൽ ഇനിയും കൃത്യമായ മനസ്സ് തുറക്കാത്തൊരു വിഭാഗം വടകരയിൽ സ്ത്രീ വോട്ടർമാരാണ്. നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് പലതവണ നമ്മൾ വടകരയിൽ പലയിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സ്ത്രീ വോട്ടർമാരെ കണ്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ദാറ്റ്സ് എ വെരി സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യൻ. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തി നിങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ചോദിക്കുക. ഞങ്ങൾ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ നാടിനെ കുറിച്ച് എന്താ പറയുക? പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തന്നത് ടീച്ചറാണ്, അടിസ്ഥാനമായ പ്രവൃത്തികൾ ചെയ്തത് ടീച്ചറാണ്. ആ ടീച്ചറിനെ പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റൂല എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും വടകരയിൽ കണ്ടിട്ടുണ്ട്. ഈ വോട്ടർമാർ കൺസോളിഡേറ്റ് ചെയ്ത് ടീച്ചറിനൊപ്പം പോയിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട്, വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെയുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും UDF-ൻ്റെ വോട്ടുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള 2 പ്രചരണവും വടകരയിൽ പാളിപ്പോയി. അതിലൊന്ന് കോവിഡ് കള്ളി എന്ന രീതിയിലുള്ളൊരു വ്യക്തി അധിക്ഷേപം നടത്തിയ പരാമർശം, രണ്ടാമത്തത് TP ചന്ദ്രശേഖരനെ മുൻനിർത്തിയും പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. ഇത് രണ്ടും അവിടെ വോട്ടായിട്ട് മാറിയിട്ടില്ല. പക്ഷേ അതിനുശേഷം വന്ന ചില പ്രചരണങ്ങൾ, ഷാഫി പറമ്പലിൻ്റെ വ്യക്തിഗതമായിട്ടുള്ളൊരു സാന്നിധ്യം, ഇതൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വടകരയിലും കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയത് ഇന്ന് KPCC നേതൃയോഗം വിലയിരുത്തിയിരിക്കുന്നത് വലിയ ആത്മവിശ്വാസമാണെങ്കിലും ഓൺ ഗ്രൗണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, മാവേലിക്കര മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, ഒപ്പം ഈവൻ കോട്ടയത്തിൻ്റെ കാര്യത്തിലും ചില സംശയം പറയുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജിനെ ആദ്യഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ജോർജ് പറയുന്നൊരു കാര്യം, ഞാനൊന്നും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ്. ഇവിടെയുള്ള UDF-ലെ പല പ്രാദേശിക നേതാക്കളെ പോലും എനിക്ക് പേരെടുത്ത് വിളിച്ചു പറയാൻ പറ്റുന്നില്ല, അവരോട് എനിക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല. മറുഭാഗത്ത് അങ്ങനല്ല, CPM-ൻ്റെ മെഷീനറിയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മെഷീനറിയും വോട്ട് ചെയ്തു. അതിനേക്കാൾ വലിയൊരു പ്ലെയർ ഇവിടെയുണ്ട്, കോട്ടയത്തുണ്ട്. ആ പ്ലെയറാണ് രണ്ടില എന്ന് പറയുന്നൊരു പ്ലെയർ. ഈ രണ്ടില എന്നുള്ളത് വൈകാരികമായി അറ്റാച്ച്ഡ് ആണ് അവിടുത്തെ വോട്ടർമാരോട്. അപ്പോൾ അവർ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷയും ഈ രണ്ടിലയും തമ്മിലുള്ള മത്സരത്തിൽ കുടം അവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ, പക്ഷേ ഈ രണ്ടില എന്നുള്ളത് വൈകാരികമായി ബന്ധമുണ്ട്. അത് പലപ്പോഴും ഒരു അനുകൂലമായ ഘടകമായി മാറുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൂട്ടലിൽ LDF-ൻ്റെ കണക്കുകൂട്ടലിൽ കോട്ടയം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. LDF കണക്ക് കൂട്ടുന്നത് 12-8 എന്ന രീതിയിലായിരിക്കും ടാലി വരാൻ സാധ്യതയുള്ളത്. KPCC കണക്ക് കൂട്ടുന്നത് ഒരു പക്ഷേ 15-5 എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 14-6 എന്നൊരു കണക്ക് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതിൽ ഞാൻ വടകര കൂടി കൂട്ടുന്നുണ്ട്. കാര്യം വടകരയിലെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. അതിനുശേഷം കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. 1,00,000 വോട്ടാണ് അദ്ദേഹവും പറയുന്നത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രശ്നമായിരുന്നു, ചില ഘട്ടങ്ങളിലെങ്കിലും അവിടുത്തെ സമുദായ സമവാക്യങ്ങളോട് ചേർന്ന് പോകാത്തതാണ്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ ടേക്ക് ഇതാണ്: 14-6 വലിയ രീതിയിൽ കണക്ക് തെറ്റാനുള്ള സാധ്യതയില്ല. 1-2 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം മുൻപോ പിന്നിലോട്ടോ പോയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ മാർജിൻ ഇതിനുള്ളിൽ നിൽക്കുന്നതാണ്, കണക്ക് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. Meet the editors.